ഹലോ കൂട്ടുകാരെ, എൻ്റെ നന്മ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മഴയാണ്. 4-5 ദിവസമായിട്ട് ഇവിടെ നല്ല മഴ, വെയിലൊന്നും ഇല്ലാതെ നിർത്താതെ മഴയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു മഴയ്ക്ക് കുറവുണ്ട്, എന്നാലും മഴ ചാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പ്ലാവിൻ്റെ അവിടെ ഒരു മുകളിൽ നിന്ന് ചക്ക വീണിട്ടുണ്ടായിരുന്നു കേട്ടോ, ഏറ്റവും മുകളിൽ നിന്ന്. അപ്പോൾ അത് നാശമായിട്ടുണ്ടായിരുന്നു. ഒന്ന് കുറച്ച് ഇങ്ങനെ ഭാഗം കിട്ടും ചെയ്തു കേട്ടോ. അപ്പോൾ അതിന് കുരുവൊക്കെ എടുക്കുകയാണ് അവിടെ അമ്മ. പിന്നെ ഒരു കുഞ്ഞൊരു ചക്ക, പച്ചച്ചക്ക ഉണ്ടായിരുന്നു, അത് ചുളയൊക്കെ പറിച്ചു. മുറ്റത്തൊക്കെ നല്ലോണം വെള്ളം കെട്ടി നിൽക്കുകയാണ് കേട്ടോ. ആദ്യത്തെക്കാട്ടിലും കുറവുണ്ട്. വെള്ളമൊക്കെ അവിടെ ചാലൊക്കെ കയറിയിട്ട് അങ്ങോട്ട് ഇടവഴിയിലേക്ക് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. വിജയേട്ടൻ എന്താ അവിടെ എന്തൊക്കെ പണികളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകിന് ഈ കാറ്റ് കാരനൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു കൊമ്പൊക്കെ കുത്തിയിട്ട് തടഞ്ഞ് നിർത്തിയിറക്കുകയാണ്, വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം നിങ്ങളുടെ കൂട്ടുകാരുടെ വീടിൻ്റെ അവിടെയൊക്കെ നല്ല മഴയാണോ? ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. മഴയും കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളിവിടെ ശ്രദ്ധിക്കണമൊക്കെ ഉണ്ട്. കാരണം 4 പുറം മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പേടിയൊക്കെ ഉണ്ട്, എന്നാലും ശ്രദ്ധിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കിണറൊക്കെ 3/4 ഭാഗം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോട്ടർ അടിച്ചിട്ടാണ് വെള്ളം എടുക്കണത്. അല്ലെങ്കിൽ വെള്ളത്തിന് പോവുക റെയിലിൻ്റെ അവിടെ ഒരു വീട്ടിലേക്കാണ് വെള്ളത്തിനൊക്കെ പോവുക കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഇഷ്ടം പോലെ വെള്ളമായി. പിന്നെ പുഴയിൽ വെള്ളമായി, വീട്ടിൻ്റെ 4 പുറം വെള്ളമായി, മൊത്തം വെള്ളമായി. ആ 2 കുടം വെള്ളമാണ് ഇപ്പോൾ രാവിലെ മോട്ടറൊക്കെ അടിച്ചിട്ട് എടുക്കുന്നത്. വൈകുന്നേരത്തേക്കും പിറ്റിച്ച് രാവിലേക്കും വരെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വെള്ളം പിടിക്കലൊക്കെ ചെയ്യുന്നത്. ഇന്ന് വിജയേട്ടന് പണിയൊന്നുമില്ല, മഴ കാരണം. 2 ദിവസമായി പണിയൊന്നുമില്ല ഇപ്പോൾ മഴ കാരണം. പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ കുറച്ചിങ്ങനെ പണികളൊക്കെ ഉണ്ട്, അത് എടുക്കുകയാണ്. ഇപ്പോൾ പുറത്ത് പോയിട്ട് മഴ കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, പുഴയ്ക്ക് പോകാൻ പറ്റില്ല, പിന്നെ നടന്ന് പോകുമ്പോഴും എടുക്കാൻ പറ്റില്ല മഴ കാരണം. അപ്പോൾ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളിലുള്ള ഓരോ ഇത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇതവിടെ കുറേ കടിച്ചു വരുന്നു. ഞാനത് മുറ്റടിക്കുകയാണ്. നല്ല മഴ അപ്പോഴേക്കും വന്നു. എന്തെങ്കിലും പണിയൊക്കെ എടുക്കുമ്പോഴേക്കും അത് നല്ല മഴ വന്നു കേട്ടോ. അപ്പോൾ മുറ്റത്ത് തന്നെ നിറയെ പൂവും വേലൊക്കെ നിറയെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരട്ടെ വിചാരിച്ചു. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ മഴ കാരണം. ഇനിയിപ്പോൾ പുഴയൊക്കെ നല്ലോണം നിറഞ്ഞൊഴുകും കേട്ടോ. നിറഞ്ഞൊഴുകുമെന്ന് പറഞ്ഞാൽ കുറച്ച് ഇടവഴിക്കൊക്കെ ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടെ അടുത്തൊരു കുളമുണ്ട്, ആ കുളം നിറഞ്ഞിട്ട് മീനൊക്കെ നമ്മുടെ ഈ റോട്ടിൽ കൂടെയൊക്കെ പോകും. അപ്പോൾ നല്ല മഴ പെയ്തിട്ട് അതിൽ പോകണ്ടെങ്കിൽ ഞാൻ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മഴ പെയ്യുമ്പോൾ നല്ല പാത്രങ്ങളൊക്കെ വെക്കുകയാണ്, വെള്ളം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ മഴ പെയ്തിട്ട് ആ വെള്ളമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2-3 മണിക്കൂറോളം നിർത്താതെ മഴ അങ്ങനെ പെയ്യായിരുന്നു കാലത്ത്. അതുകൊണ്ട് തന്നെ ആർക്കും പണിയൊന്നും ഇല്ലാത്ത കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ കുഴപ്പമില്ല, ഷോപ്പിലാവുകൊണ്ട് കറണ്ടിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. കറണ്ടൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ മുറ്റത്തൊക്കെ ആകെ ചളിയാണ്. അപ്പോൾ എപ്പോഴും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറുമ്പോഴൊക്കെ ആകെ ചളിയൊക്കെ ഇട്ടുണ്ടെന്ന്. ഇപ്പോൾ കുറച്ചൊന്ന് വൃത്തിയാക്കി 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ അതേപോലെ ആവും. എന്നാലും നനഞ്ഞതല്ലേ വിചാരിച്ചിട്ട് ഒന്നും കൂടി വെള്ളമൊക്കെ അവിടെ ഒന്ന് ഒഴിച്ച് വൃത്തിയാക്കിയതാണ്. ഇപ്പോൾ അച്ഛൻ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ അച്ഛനെ കാണിക്കാത്തത്. ചേച്ചിയുടെ വീട് പറഞ്ഞാൽ കുറച്ച് തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ അവിടെ 2 ദിവസം നിൽക്കട്ടെ പറഞ്ഞിട്ടിപ്പോൾ 3-4 ദിവസമായി അച്ഛൻ അവിടെയാണ്. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോയപ്പോൾ പിന്നെ ആടിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ തന്നെയാണ് ഇപ്പോൾ നോക്കുന്നത്. മറ്റേ അച്ഛനാണിപ്പോൾ ആടിനെ കൊണ്ടുപോലൊക്കെ ഉണ്ടായിരുന്നത്.
അപ്പം അച്ഛനിപ്പോൾ സുഖമില്ലാത്ത കാരണം ഒരാടിനെ തൽക്കാലം അങ്ങനെ ഇവിടെ നിർത്തിയേക്കാണ് കേട്ടോ. മഴ തോർന്നു വെച്ചാൽ ആടിനൊക്കെ ഒന്ന് പുറത്തേക്ക് വിടാൻ വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ പക്ഷേ വെയിലൊന്നും വരുന്ന കാണാനില്ല. ഇപ്പോൾ ഒരാഴ്ചയായി വെയിലൊന്നുമില്ല. അതുകൊണ്ട് ആ ആടിനെ ഉള്ളിൽ തന്നെ അങ്ങനെ കെട്ടുകയാണ്. ചെറിയൊരു തോർച്ചയൊക്കെ ഉണ്ട് കൂടിൻ്റെ അവിടെ ഒക്കെ, എന്നാലും സാരി കൊണ്ടൊക്കെ 4 പുറമൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മറ്റേ ആടുകൾ വേറെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. അച്ഛന് വയ്യാത്ത കാരണം ഇപ്പോൾ ഒരു ആടിനെ മാത്രമാണ് ഇപ്പോൾ നിർത്തിയെടുക്കുന്നത്. അത് നല്ല അനുസരിക്കുന്ന ആടാട്ടോ. കുത്തൊന്നുമില്ല, നല്ല സ്നേഹമുള്ള ഒരു ആട് തന്നെയാണ്. തിന്നാൻ കൊടുക്കൽ കുറച്ച് കമ്മിയായ കാരണം ഒന്ന് വല്ലാണ്ടൊരു പരവശമായിട്ടുണ്ട്. അച്ഛനുള്ളപ്പോൾ അങ്ങനെയല്ല, അച്ഛൻ നല്ലോണം തിന്നാനൊക്കെ കൊടുക്കും. ചോളത്തവിടൊക്കെ നല്ലോണം കൊടുത്ത് വെള്ളമൊക്കെ ചൂടാക്കി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് അച്ഛൻ കൊടുക്കാറ്. ഇപ്പോൾ എന്തായാലും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. ഒരു മഴയുടെ പ്രശ്നം തന്നെ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പുറത്തേക്ക് കെട്ടാനും പറ്റില്ല. പിന്നെ ഇല വെട്ടണമെങ്കിൽ ഇപ്പോൾ പ്ലാവിൻ്റെ മുകളിൽ കയറാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. ഇപ്പോൾ കൂട്ടുകാർ വീഡിയോ ഒക്കെ കാണാറില്ലേ? സമയമുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാനൊരു ദിവസം ലൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കൂട്ടുകാരോട് പറയാം. ലൈവ് ചെയ്യണ ദിവസം ചിലപ്പോൾ മറ്റന്നാളാണ് ഞാൻ ലൈവ് ചെയ്യുക. അപ്പോൾ നാളത്തെ വീഡിയോ നിങ്ങൾ കാണണം. നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം എത്ര മണിക്കാണ് ലൈവ് ഇടേണ്ടത് കേട്ടോ. ലൈവ് ഇടുമ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ 3 മാസം കൂടി ആയിക്കഴിഞ്ഞാൽ 1 വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. 1343 സബ്സ്ക്രൈബായി. ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് കൂടിയില്ലെങ്കിലും വ്യൂസാണ് വേണ്ടത് കൂടുതൽ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ പരമാവധി ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ലൈക്ക് എന്ന് പറഞ്ഞത്, ലൈക്ക് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രമാണ് എല്ലാവരും ലൈക്ക് തരുള്ളൂ. ഇപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഈ കുടുംബത്തിലത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് തരിക. ഇപ്പോൾ തുണികളൊക്കെ ഉണങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ മാത്രമല്ല, എല്ലാ വീടുകളിലും അങ്ങനെയാവും. ഉണങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്കിലത്തെ ഇടവഴിയാണ് കേട്ടോ. അപ്പോൾ ഈ ഇടവഴി കൂടി നിന്ന് വെള്ളം നല്ലോണം എന്തെങ്കിലും പോവുക. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അയ്യപ്പേട്ടൻ കേട്ടോ. അപ്പോൾ അയ്യപ്പേട്ടനും കൂടി അവിടെ വീടിൻ്റെ അവിടുത്തെ ചാലൊക്കെ ഇടവഴിയിൽ ചാല് കീറാൻ വേണ്ടിയിട്ട് ആൾ എന്നെ സഹായിച്ചു കേട്ടോ. അപ്പോൾ ഈ മുറ്റത്തെ വെള്ളമാണ് ഈ ഇടവഴി കൂടെ അങ്ങനെ പോവുക. ചില സമയത്ത് ഈ ഇടവഴിയിൽ വെള്ളം കയറുമ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ അത് ബാക്ക് വശത്ത് കൂടെ അങ്ങനെ കയറുക കേട്ടോ. ഞങ്ങൾ താഴത്താണ് ഞങ്ങളുടെ വീട്, അത് കാരണമാണ് വെള്ളം ഇങ്ങനെ വരണത്. മുറ്റത്ത് ഒന്നുമില്ല, വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊന്നുമില്ല കേട്ടോ. അടുക്കള വശത്ത് മാത്രമേ ഉള്ളൂ വെള്ളം വരല്. അപ്പോൾ അത് അമ്മക്ക് തണുപ്പൊക്കെ ഉണ്ട് പോകുന്നുണ്ട്, അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് ഉമ്മറത്ത്. പിന്നെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഷോപ്പിലേക്ക് പോവുകയാണ്. വിജയേട്ടന് പണിയില്ലാത്ത കാരണം ഞാൻ ഷോപ്പിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അവസാനിക്കാറായിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇഷ്ടമായോന്ന് എനിക്കറിയില്ല. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ കൂട്ടുകാരെ.